ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി നോക്കുമ്പോൾ അച്ചാറും കുപ്പി കാലിയായിട്ട് കണ്ടത്. ഈ മാങ്ങാക്കാലത്ത് അച്ചാറില്ലാതെ എങ്ങനെ ചോറുണ്ണാനാന്നും പറഞ്ഞുകൊണ്ട് മാവിൻ്റെ കൊമ്പിലേക്ക് നോക്കി നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ വളർച്ച മുരടിച്ച ഞാൻ എങ്ങനെ മാങ്ങ പറിക്കുമെന്ന് നോക്കിക്കുമ്പോഴാണ് ഒരു കമ്പ് കഴിക്കട്ടെ. ഇപ്പം കമ്പ് തലയിൽ വീണ് ഞാൻ ചത്തേനെ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് എൻ്റെ അമ്മ ഞാൻ മാങ്ങ പറിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു മാലാഖയെ പോലെ വന്ന് മാങ്ങ പറിച്ചു തരുവാണ് കേട്ടോ. അങ്ങനെ പറിച്ച മാങ്ങയെല്ലാം കൂടെ പെറുക്കി കൂട്ടി പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പോയി പൈപ്പിൻ്റെ വെള്ളത്തിൽ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് കഴുകി. മാങ്ങയും കൊണ്ടുള്ള നിപ്പ് കണ്ടാൽ തോന്നും സ്വന്തമായിട്ട് പറിച്ച മാങ്ങയാണ്. എന്നാൽ ഇനി നമുക്കൊന്ന് പുളിയുണ്ടോ എന്ന് നോക്കിയാലോ. ഞാൻ തിന്നുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പുളിയില്ലാത്ത മാങ്ങയായിരുന്നു കേട്ടോ. ഇതാ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. മാങ്ങയെല്ലാം കൂടെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും അച്ചാറും പൊടിയും കൂടെ മിക്സാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് പുരട്ടി വെച്ചതാ. ഇപ്പോൾ രാത്രിയിലാണ് അച്ചാറിടുന്നത്. നമുക്ക് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം. ആകെ ഉണ്ടായിരുന്ന കറിവേപ്പിലയാണ് കേട്ടോ. ചെടീനെ ദ്രോഹിച്ച് അതും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് അച്ചാറിടുന്നത്. അച്ചാറിൽ കറിവേപ്പില ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി ഇട്ട് ഇഞ്ചി നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്തിടണം? വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തിടാം? കറിവേപ്പില ഇടാം. ഇത് പക്ഷേ ആദ്യം ഇടണ്ടായിരുന്നു കേട്ടോ. എന്താ? ചതച്ച് വെച്ച ഉലുവ ഞാൻ മറന്നുപോയി. ഇനി നമുക്ക് ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, നല്ലോണം മൂപ്പിച്ചാൽ മതി കേട്ടോ. മുളക് പൊടി നിങ്ങളെ എരിവിന് ആവശ്യത്തിന്. നല്ല മണം വരുന്നുണ്ട്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. സുർക്ക വേണം കേട്ടോ. ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവാണ്. അതുമാത്രമല്ല കുറച്ച് കാലത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറായതുകൊണ്ട് സുർക്കയിലാണ് ഇടുന്നത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കായപ്പൊടി ഇട്ടു കേട്ടോ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അച്ചാർ വേഗം പൂത്തു പോവും. അതുകൊണ്ട് സുർക്കയിലാണ് നമ്മൾ ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആ സുർക്കയിലേക്ക് ഇറങ്ങുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ആ ചാറങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഹാ, വായിൽ കപ്പലോടാനുള്ള വെള്ളമാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഇന്ന് കൊതിപ്പിച്ച് കൊല്ലും. അച്ചാർ കണ്ടിട്ട് വായിൽ വെള്ളം വരാത്ത ആൾക്കാരുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു കേട്ടോ. അതിൽ ഉപ്പും പുളിയും എല്ലാം കൂടെ ഒരു ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ അടിപൊളി അച്ചാറാണ്. സിമ്പിളായിട്ട് നമുക്ക് മാങ്ങ ഇങ്ങനെ അച്ചാർ ഇടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ചാറിൻ്റെ മണം അടിച്ചിട്ട് ഒരാൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. മഞ്ജിമ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറയുന്ന ഡാൻസ് വരെ കളിച്ചു ആൾ. അങ്ങനെ കാലിയായ അച്ചാറും കുപ്പിയിൽ നിറച്ച് അച്ചാർ റെഡി.